ആദ്യമൊക്കെ കണ്ട് നമ്മൾ നേരെ നൈറ്റ് ആകുമ്പോൾ മമ്മിയുടെ അമ്മയുടെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട് കോയമ്പത്തൂരുള്ള. മമ്മി കുറേ കാലത്തിന് ശേഷമാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ പിറ്റേഴ്സിൻ്റെ വീഡിയോ ആണ് ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് രാവിലെ നമ്മൾ ഒന്ന് ടൗൺ വരെ പോയിട്ടുണ്ടായിരുന്നു. ടൗണല്ല, ജസ്റ്റ് നമ്മുടെ അടുത്തുള്ള കടയില്ലേ അതുപോലെ പോയിട്ടുണ്ടായിരുന്നു. എയർ ഇന്ത്യ. അപ്പോൾ അതൊക്കെ കണ്ട് സാധനങ്ങൾ, ലഞ്ചിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ വാങ്ങി വന്ന് മമ്മിയും അക്കും കൂടിയിട്ട് അടിപൊളി ലഞ്ച് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ദ്ര ഇറങ്ങിയതുകൊണ്ട് തന്നെ അനിയത്തിക്ക് ഐസ്ക്രീം കഴിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ആഗ്രഹം. അങ്ങനെ നമ്മൾ കാറെടുത്തിട്ട് കോയമ്പത്തൂരുള്ള ടൗണ് ഫുൾ കറങ്ങി നടന്നെങ്കിലും ഒരു ഐസ്ക്രീം ഷോപ്പ് വരെ ആദ്യം കണ്ടെത്തിയില്ല. അവസാനം ഒരു ഷോപ്പിലെത്തിയിട്ട് അടിപൊളി ഐസ്ക്രീം വാങ്ങിയിട്ടുണ്ട്. ഒന്ന് നമ്മൾ കാറിൽ നിന്ന് തന്നെ കഴിച്ചു. പിന്നെ വീട്ടിൽ ചെന്നിട്ട് എല്ലാവരുടെ കൂടെ ഒന്ന് ഐസ്ക്രീം കഴിച്ചിട്ട് പെട്ടെന്ന് തന്നെ നമ്മൾ ലഞ്ച് കഴിക്കാമെന്ന് വിചാരിച്ചു. കാരണം ഇന്ദ്ര ഉറങ്ങുന്നുണ്ട്. അവൾ ഉണർന്നിരുന്നാൽ നമ്മൾ ആരും മര്യാദയ്ക്ക് കഴിക്കാൻ പാടില്ല. അത് കഴിഞ്ഞ് അതിമനോഹരമായിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇന്ദ്രയും കൂടെ എണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവളുടെ ഭാഷയിൽ പറഞ്ഞ അവളും മാമു കഴിച്ചിട്ട് നമ്മൾ പെട്ടെന്ന് കുളിച്ച് റെഡി ആയിട്ട് അടുത്തുള്ളൊരു പള്ളിയിലേക്കും പിന്നെ ഒരു എക്സ്പോ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ റെഡി ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു. പള്ളി നല്ല അടിപൊളിയാണ്. ഞാൻ കുറേ കാലമായിട്ട് കഴിഞ്ഞ മൈസൂർ ട്രിപ്പിലായിരുന്നു ഒരു പള്ളി, അതായത് ചർച്ച് കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു പള്ളിയിലേക്ക് എനിക്ക് വീണ്ടും പോകാൻ പറ്റി. അങ്ങനെ അവിടെ നിന്ന് മമ്മി പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങിയിട്ട് ഇന്ദ്ര എൻ്റെ കൂടെ കുറേ കളിച്ചു. 3 ദിവസം പഴനിയിൽ നിന്ന് മുട്ടയടിച്ചിട്ടായത്. അപ്പോഴേക്കും തന്നെ അവൾക്ക് മുടി വന്നിട്ടുണ്ട്. അങ്ങനെ അവിടെ നിന്ന് കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തിട്ട് നമ്മൾ നേരെ പോയത് ഞാൻ പറഞ്ഞ ആ എക്സ്പോ നോക്കാൻ വേണ്ടിയിട്ടായിരുന്നു. 150 രൂപയായിരുന്നു എൻട്രി ഫീ പെർ ഹെഡ് ഉണ്ടായിരുന്നത്. അത് വൻ നഷ്ടമായി പോയോ എന്ന് എനിക്ക് പിന്നീട് തോന്നി. ഒന്നും ഉണ്ടായിരുന്നില്ല, വെറുതെ ഒരു ഡെമോ പോലെ എന്തൊക്കെയോ സാധനങ്ങൾ. ഏറ്റവും കോമഡി ആയിട്ടുള്ളത് ഈ മെർമെയ്ഡ് ഷോ ആയിരുന്നു. മെർമെയ്ഡിനാണെങ്കിൽ ഒട്ടും ശ്വാസം പിടിച്ച് നിൽക്കാൻ പറ്റാത്തൊരു മെർമെയ്ഡ്. ഇതിങ്ങനെ താഴേക്ക് വരും, നേരെ മുകളിൽ ചെന്ന് കുറേ സമയം ശ്വാസം എടുത്തതിന് ശേഷം അവൾ വീണ്ടും താഴേക്ക് വരും. അതൊക്കെ കണ്ട് നമ്മളൊരു വാട്ടർഫാൾസിൻ്റെ ഒരു ഡെമോ എന്തൊക്കെയോ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ നോക്കിയിട്ട് ഉള്ളിലേക്ക് ചെന്നു. അവിടെ കുറേ കടകളൊക്കെ ഉണ്ടായിരുന്നു പർച്ചേസ് ചെയ്യാൻ പറ്റിയത്. ഒരു 50-100 വരെയുള്ള സാധനത്തിനൊക്കെ അവിടെ 150, 200, 250 ആയിരുന്നു. പിന്നെ അഫോർഡബിൾ ആയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ മാത്രമേ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇന്ദ്രക്കും തുക്കുടൂനും ചെക്കനും ഉമ്മണൂനും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി. പിന്നെ ഇത് ഈ പപ്പടം അവിടുത്തെ ഫേമസ് ആയിട്ടുള്ളൊരു ഒരു ഫുഡ് ഐറ്റമാണ്. പിന്നെ എനിക്ക് വിശന്നുകൊണ്ട് തന്നെ ഞാനൊരു മുളകാ ബജി കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ റൈഡ്സ് ഉണ്ടായിരുന്നു, ജാൻവിയിൽ ബ്രേക്ക് ഡാൻസ് പോലത്തെ. അപ്പോൾ ഇന്ദ്രക്ക് കമ്പനി കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനും മമ്മിയും കൂടിയിട്ട് ഒന്നിരുന്നിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ മടങ്ങിയിട്ട് നമ്മളൊരു ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു അടിപൊളി ഹോട്ടലിൽ പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരാണ് കണ്ടു നോക്കി.